പടം തീരെ മോശം. നമുക്ക് പിടിക്കൂല. പടം കൊള്ളൂല്ല. പടം കുഴപ്പമില്ല ബ്രോ, ഒരു ആവറേജ് ആണ്. ലാലേട്ടന്റെ റോളും ബാക്കി പ്രഭാസും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കുറെ മിസ്കാസ്റ്റ് ഉണ്ട് ആക്ച്വലി. നമ്മുടെ മെയിൻ നായകൻ വിഷ്ണു മഞ്ജു എന്ന് പറഞ്ഞാൽ അയാൾ തന്നെയാണ് ഏറ്റവും വലിയ പോരായ്മ. കാരണം പുള്ളിയുടെ ഫേസിൽ ഒരു എക്സ്പ്രഷനും വരുന്നില്ല, ഡയലോഗ് ഡെലിവറി ആയിരുന്നാലും അല്ല ഡബിങ് അതൊരു മോശമായിട്ടാണ് തോന്നിയത്. അങ്ങനെയൊന്നുമില്ല. നല്ല പടമല്ലേ? കണ്ണപ്പ എന്ന് പറഞ്ഞ് മനസ്സിലായില്ല, ആദ്യം മനസ്സിലായില്ല, പിന്നാണ് മനസ്സിലായത്. മുക്കണ്ണന്റെ കഥയാണ്. ഭക്തൻ വേടനാണ് കണ്ണ് കൊടുക്കുന്നത്, ഭഗവാന് വേണ്ടിയിട്ട് കണ്ണ് കൊടുക്കുന്നത്, 2 കണ്ണ് കൊടുക്കുന്നത്, അത് ഭഗവാന്റെ കാലഹസ്തിയായിട്ട് മാറുന്നത് അറിഞ്ഞൂടായിരുന്നു. ഇപ്പോഴും കണ്ടപ്പോഴാണ് മനസ്സിലായത്. കഥ അറിയാം, മുക്കണ്ണന്റെ അറിയാം, വേടൻ സ്വന്തം കണ്ണിനെ കൊടുക്കുന്നത് ഭഗവാന് കൊടുക്കുന്നതായിട്ട് ഇതറിയാം. പക്ഷെ ഇതാണെന്നുള്ളത് അറിഞ്ഞൂടാ. കൊള്ളാം, എല്ലാം കൊള്ളാം, എല്ലാം നല്ല ഇതായിട്ട് എടുത്തിട്ടുണ്ട്. ഭഗവാനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഇത് കാണണം, കാലഹസ്തിയെ കുറിച്ച് അറിയണം. പ്രഭാസിന്റെ ക്യാരക്ടറും കൊള്ളാം. ബാക്കി സെക്കൻഡ് ഹാഫ് ഒക്കെയാണ്. പിന്നെ അത്രയൊന്നുമില്ല. നല്ല VFX, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഓരോ എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന കുറേ സാധനങ്ങളുണ്ട്. ഒന്നും പറയാനില്ല. കണ്ണപ്പം നല്ലതായിട്ടുണ്ട്. മോഹൻലാല് കുറച്ചേ ഉള്ളൂ. अक्षय कुमार शिव जी का रोल किया, मस्त किया और परफेक्ट किया, मन को अच्छा लगा और सब रोल ठीक थे। भगवान के नाम से सब ने अच्छा अच्छा ये किया, वो दिल को आंखों से भी दिल से भी आंसू निकले। और भगवान साक्षात पूरा सृष्टि में ही है, वो सत्य है और सत्य पे फिल्म बनता है तो देखने को मजा आता है। और मजा ही नहीं, मतलब बोलने में कोई शब्द नहीं, वो तो महान है ना। ये ब्रह्मांड शिव है और हर पल, हर मूंगी, हर जीव जंतु में, निर्जीव में और पत्थर में, अपने शर्ट में, हर पंचमहाभूत से ही बने हैं। और ऐसे फिल्म निकलना चाहिए, क्योंकि पूरा वर्ल्ड को मालूम होना चाहिए कि खाली भारत ही नहीं, संस्कृति का सभी है, लेकिन खाली भारत को ही बोलते कि अपना इंडिया सभी है, लेकिन मालूम नॉलेज होने के, नॉलेज मतलब उनको मालूम होना चाहिए, नॉलेज होना चाहिए तो सभी एक ही। और वर्ल्ड भी ऐसी फिल्म निकालना चाहेगा, लेकिन नॉलेज होना चाहिए, उनको भी थोड़ा समझना चाहिए। और बस ലാലേട്ടൻ്റെ അഭിനയം അടിപൊളിയാണ്, കുഴപ്പമില്ല. പടം അങ്ങനെ തോന്നും കാണുമ്പോൾ, എന്നാലും കൊള്ളാം. ഭക്തി പടമാണ്. പടം കുഴപ്പമില്ല, കുടുംബത്തെ പറ്റി കാണാം. കുറച്ചേ ഉള്ളു, അത്രേ ഉള്ളു. പുരാണ കഥ ഒന്ന് ഡെവലപ്മെന്റ് എടുത്തിട്ടുണ്ട്, ബോറടിക്കില്ല. മാത്രമല്ല തെലുങ്ക് പടം ആയതുകൊണ്ട് ഡിവോഷൻ സ്റ്റോറി ആണെങ്കിൽ തന്നെ ആവശ്യമില്ലാത്ത കുറെ ക്രിഞ്ച് റൊമാൻസ് സീന് കുത്തി കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പടം ലെങ്തി ആയിട്ട് ഒരു 3 മണിക്കൂർ പോകുന്നുണ്ട്. ആ സീനൊക്കെ കുറച്ചൊന്ന് ട്രിം ചെയ്ത് എഡിറ്റ് ചെയ്ത് കുറച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടി പടം ബെറ്റർ ആയി വന്നേനെ. ഒക്കെ അടിപൊളിയാണ്, പ്രവാസ് അടിപൊളിയാണ്, ലാലേട്ടൻ അടിപൊളിയാണ്. ലാലേട്ടൻ റോള് ഭയങ്കര ചെറുതാണ്, ചെറിയൊരു ക്യാമിയോ റോളാണ്. നമ്മളത് കണ്ടു കഴിഞ്ഞിട്ട് സെക്കൻഡ് ഹാഫിൽ ചെറിയ കുറച്ചുകൂടി ഉണ്ട്. അത് കഴിയുമ്പോൾ വീണ്ടും ലാലേട്ടൻ വരും, അല്ലെങ്കിൽ ലാലേട്ടൻ റോൾ ഉണ്ടെന്ന് പ്രതീക്ഷിക്കും, പക്ഷേ ഇല്ല, ചെറിയ റോളാണ്. പക്ഷേ അവരെല്ലാം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. ബാഹുബലി അങ്ങനെ ഒരു ഫീൽ ഇല്ല, ഇത് എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് തന്നെ ചെയ്തു. മാക്സിമം അവർ BFX അത് ചെയ്തിട്ടുണ്ടെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ചെയ്തു. പക്ഷേ എന്താ പറയാ, നായക നടന്റെ പെർഫോമൻസ് വളരെ മോശമാണ്. പിന്നെ ആവശ്യമില്ലാതെ ക്രിഞ്ച് കുറെ റൊമാൻറ്റിക് സീന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ലാലേട്ടൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയ റോളാണ് ലാലേട്ടന്റെ, നമ്മൾ കുറച്ചുകൂടി എക്സ്പെക്ട് ചെയ്യും, ലാലേട്ടനെ കുറച്ചുകൂടി വേണം, ലെങ്തി ആയിട്ട് വേണമെന്ന് തോന്നും. ചെറിയ റോളാണ്, പക്ഷെ അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഈ തിയേറ്റർ ഓൺ ആവുന്നത് തന്നെ ലാലേട്ടനും പ്രഭാസിന്റെ ആ 2 സീനിലാണ് തിയേറ്റർ ഓൺ ആവുന്നത്. ശോകമല്ല, കുഴപ്പമില്ല, കുറെ നല്ല സീൻസ് ഉണ്ടെങ്കിലും ആവശ്യമില്ലാതെ റൊമാൻറ്റിക് ക്രിഞ്ച് സീൻ ചുമ്മാ ഇങ്ങനെ ലെങ്തി ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പടം ഒരു 2.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് തീർക്കേണ്ട പടം ചുമ്മാ ലെങ്തി ആയിട്ട് നീട്ടി വലിച്ചുകൊണ്ട് പോകുന്നത് ഈ റൊമാൻറ്റിക് സീനാണ്. അതിന്റെ ഒരു ആവശ്യം അതിനകത്തില്ല. അങ്ങനെയൊക്കെ ഉള്ളൊരു മെസ്സേജാണ്. പടം കുഴപ്പമില്ല, മൊത്തം ഓക്കെ മൂവിയാണ്. ലാലേട്ടന്റെ സീനായിരുന്നു. അങ്ങനെയൊന്നും അങ്ങനെയല്ല, ആ ഒരു ഡയറക്ടർ കൊടുക്കാണ്ട് നേരത്തെ ഒരു എക്സ്ട്രീം ഭക്തിയുടെ ആ ഒരു മോട്ട് പടമാണ്. അതിന്റെ ടിപ്പിക്കൽ തെലുങ്ക് മൂവി ആ ഒരു സെൻസിൽ കാണാനായിട്ട് ഓക്കെ. ലാലേട്ടന്റെ പോസ്റ്റൊക്കെ നന്നായിരുന്നു, കുഴപ്പമില്ല, കാണാൻ.